ഇനി അങ്ങനത്തെ ആഴ്ചയെല്ലാം എനിക്ക് ഭയങ്കര ഹൈ BP, ഒരു എന്നും ഹോസ്പിറ്റലിൽ പോകേണ്ട സിറ്റുവേഷൻ, കൊച്ചിന് മൂവ്മെൻ്റ് ഇല്ല. പക്ഷെ എന്നിട്ട് പോലും ഡോക്ടേഴ്സ് ആരും തിരിഞ്ഞു നോക്കാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് UK ഉണ്ടായിരുന്നത്. കാരണം അവിടെ ഭയങ്കര സ്ലോ ആയിട്ടുള്ള മെഡിക്കൽ സിറ്റുവേഷനെല്ലാം ഭയങ്കര സ്ലോ ആയിരുന്നു. അങ്ങനെ ഒരു 36ാമത്തെ ആഴ്ച വരെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, പ്രീക്ലാംഷ്യ എന്ന് പറഞ്ഞ സിറ്റുവേഷനാണ്, അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു. ഞാൻ പെട്ടെന്ന് ഓപ്പറേഷൻ എന്നൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് പേടിക്കാൻ തുടങ്ങി. പിന്നെയും ഞാൻ മമ്മിയോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മാതാവ് കൂടെയുണ്ട്, നീ പേടിക്കണ്ട, നീ ഈ കൊച്ചിനെ കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന് ഉറപ്പിച്ച് നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അതിൻ്റെ വിശ്വാസത്തിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കൊച്ചിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. കൊച്ച് കരയാനൊക്കെ തുടങ്ങി. പക്ഷേ അത് കഴിഞ്ഞ് 6 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ കൊച്ച് പാല് കുടിക്കുന്നില്ല, കൊച്ചിൻ്റെ ബ്ലഡ് ക്ലോട്ടാവുന്നു, കൊച്ചിൻ്റെ ഷുഗർ താഴ്ന്നു പോകുന്നു. ഞാൻ കണ്ണുറന്ന് നോക്കുമ്പോൾ കൊച്ചെൻ്റെ കൂടെ ഇല്ല. കൊച്ചിനെ NICUവിലേക്ക് മാറ്റിയിരുന്നു. അങ്ങനെ 13 ദിവസം കൊച്ച് NICUവിലായിരുന്നു. കൊച്ചിന് ടെമ്പറേച്ചർ താഴ്ന്നു പോകുന്ന സിറ്റുവേഷനൊക്കെ ആയിരുന്നു. ആ 13 ദിവസം എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഭയങ്കര വല്ലാത്ത സിറ്റുവേഷനിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് മാതാവിനെ ഞാൻ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കൊച്ചിന് യാതൊരു കുഴപ്പമില്ലാതെ കിട്ടുവാണെങ്കിൽ ഞാനും കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് എൻ്റെ കുഞ്ഞിന് 9 മാസമാവുകയാണ്. യാതൊരു കുഴപ്പമില്ല അവന്. ഈശോയ്ക്ക് നന്ദി.